മിന്നി മിന്നു. ഹായ് ഫ്രണ്ട്സ്, മിന്നി മിന്നുവിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ സെയിൽ വീഡിയോ ആണ്. ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. അപ്പം ഇതിൻ്റെ ഒരു തൈയുടെ റേറ്റാണ് 20 രൂപ. അടുത്തത് ഈ ഒരു ചെടിയാണ്, പാലച്ചെടി. അപ്പം ഇതിൻ്റെ റേറ്റ് 25 രൂപയാണ്. റൂട്ടോടുള്ള ചെടിയാണ് കേട്ടോ. അടുത്ത ഈ ഒരു ചെടിയാണ്, ഇതിൻ്റെ റേറ്റ് 30 രൂപയാണ്. ജിഫിയിൽ നട്ട് റൂട്ട് വന്ന ചെടിയാണ് കേട്ടോ. റേറ്റ് 30 രൂപ. നല്ല ഭംഗിയിൽ ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ നല്ല ഭംഗിയിൽ ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റും. അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ ഇതുപോലെ ശാഖകൾ വന്ന് ചെടി നല്ല രീതിയിൽ ഭംഗിയുള്ള ചെടിയായിട്ട് മാറും. അടുത്തത് അരിയില ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് 10 രൂപയാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള കട്ടിങ്സ് ആയിരിക്കും. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ചെടിയാണല്ലോ ഈ ഒരു ചെടിയൊക്കെ. അടുത്തത് ഈ ഒരു ചെടിയാണ്, മഞ്ഞ കളറിലുള്ള ഫ്ലവർ പിടിക്കുന്ന ഒരു ചെടി. അപ്പം ഇതിൻ്റെ ഫ്ലവർ കൊഴിഞ്ഞു പോയി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് കേട്ടോ. നല്ല മഞ്ഞ കളറിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ. അപ്പം ഇതിൻ്റെ ഫ്ലവർ കൊഴിഞ്ഞു പോകുന്ന ഭാഗത്ത് നമുക്ക് തൈകൾ കിട്ടും. അത് കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ നമുക്ക് തൈകൾ കിട്ടുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 40 രൂപയാണ് കേട്ടോ. അടുത്തതും അതുപോലുള്ളൊരു ചെടി തന്നെയാണ്. നോക്കൂ, ഇതാണ് ആ ചെടി. ഈ ചെടി നമ്മൾ മുമ്പ് കാണിച്ച ചെടി പോലാണെങ്കിലും പക്ഷേ ഇതിൻ്റെ ഫ്ലവർ വേറൊരു കളറിലുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഒരു നീല കളറൂടൊക്കെ കയറി വരുന്നൊരു തരത്തിലുള്ള ഫ്ലവറാണ്. നല്ല ഭംഗിയാണ് ഈ ഒരു പൂവ് കാണാനായിട്ട്. അപ്പം മറ്റേത് മഞ്ഞയാണെങ്കിൽ ഇതിനകത്ത് നീല കളറും വെള്ളയും ഒക്കെ ചേർന്ന് വരുന്ന വലിപ്പമുള്ള ഫ്ലവറുമാണ്. ഒരു ഓർക്കിഡ് വിഭാഗമെന്ന് വേണമെങ്കിൽ പറയാൻ കണ്ടല്ലോ. അപ്പം ഇങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാകുന്നത്. ഇലയിലാണ് ഫ്ലവർ ഉണ്ടാകുന്നത് തന്നെ. അപ്പം ആ പൂ കൊഴിഞ്ഞു പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് തൈകൾ കിട്ടും. അപ്പം അല്ലാതെ ചുവട്ടിൽ നിന്നും തൈ ഉണ്ടായി വരികയും അല്ലാതെ തന്നെ ഫ്ലവർ നിൽക്കുന്ന ഭാഗത്തും തൈ ഉണ്ടായി വരികയും ചെയ്യും. അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ മണ്ണിൽ നട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പുതിയ ഒരു ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ ചുവട്ടിലും തൈകൾ ഉണ്ടായി വരും. ഈ ചെടിയുടെ റേറ്റ് 100 രൂപയാണ് കേട്ടോ. വലിപ്പമുള്ള ചെടിയുമാണ്, അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് ഇട്ടിരിക്കുന്നത്. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിൽ വയലറ്റ് കളറിലെ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 45 രൂപയാണ് ഒരു തൈയുടെ റേറ്റ്. അടുത്തത് ഈ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 35 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. അടുത്തത് ഈ ഒരു ചെടിയാണ്. റേറ്റ് 50 രൂപയാണ്. ഒരു ഡിഫൻ ബാച്ചിയ വിഭാഗത്തിലുള്ളതാണ്. അടുത്തത് സിങ്കോണിയമാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫും കാണാൻ. ഇതിന് 3 ലീഫായിട്ടാണ് അത് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 45 രൂപയാണ്. അടുത്ത ഈ ഒരു ഡെംകെയിനാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 30 രൂപയാണ്. വലിപ്പമുള്ള ചെടിയാണ്. അടുത്ത ഈ ഒരു സിങ്കോണിയമാണ്. 40 രൂപയാണ്. ഇതിന് പച്ച കളറിലുള്ളതാണ് കേട്ടോ. അടുത്തത് ഒരു പിങ്ക് കളറിലുള്ളത്, അതിനും 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് കലാത്തിയ ചെടിയാണ്. റേറ്റ് 45 രൂപയാണ്. നല്ല ഭംഗിയുള്ള ലീഫാണ്. അല്പം ഉയരത്തിൽ പോകുന്ന തരത്തിലുള്ളൊരു കലാത്തിയാണിത്. അടുത്തത് ഈ ഒരു പീസ് ലില്ലിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 85 രൂപയാണ്. ഈ ഒരു പീസ് ലില്ലിയുടെ റേറ്റ്. ഈ ചെടി ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ചെടിയാണ് നമ്മുടെ ഈ ഒരു പീസ് ലില്ലി. ഇതിന് വെള്ള കളറിലുള്ള ഫ്ലവർ തന്നെയാണ് ഉണ്ടാകുന്നതും. അടുത്തത് ഒരു ലീഫിൻ്റെ പ്രത്യേകതയുള്ള ചെടിയാണ്. കണ്ട് ഇതിന് ഫ്ലവറൊന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു ലീഫാണ് ഇതിൻ്റെ ഭംഗി. റേറ്റ് 25 രൂപയാണ്. റൂട്ടോടുള്ളതാണ്. അടുത്തത് ഈ ചെടിയാണ്, ഈ ഒരു പാലച്ചെടി. നല്ല മൾട്ടി പെറ്റലായിട്ടുള്ള ഫ്ലവറാണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ് കട്ടിങ്സിൻ്റെ. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇലകളിൽ അതിൻ്റെ തൈകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചെടി. ഇതിൻ്റെ റേറ്റ് 30 രൂപയാണ്. ഇതിൻ്റെ തൈയാണ് കേട്ടോ, വലിപ്പമുള്ള തൈയാണ്. അടുത്തത് ഈ ഒരു എപ്പീഷ്യയാണ്. ചുവന്ന കളറിലെ ഫ്ലവർ പിടിക്കുന്ന എപ്പീഷ്യ. ഇതിൻ്റെ റേറ്റ് 30 രൂപയാണ്, ചുവന്ന കളറിലുള്ള പൂവിൻ്റെ. അടുത്തത് ഈ പിങ്ക് കളറിലെ ഫ്ലവർ പിടിക്കുന്നതാണ് കേട്ടോ. ലീഫ് ഒരേപോലെ ഇരിക്കുമെങ്കിൽ ഫ്ലവറിന് വ്യത്യാസമുണ്ട്. റേറ്റ് 30 രൂപയാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവും ഇലയും ഒക്കെ കാണാനായിട്ട്. അടുത്ത സിങ്കോണിയമാണ്. ഇതിൻ്റെ റേറ്റ് 25 രൂപയാണ്. അടുത്തത് ഒരു വെള്ള കളറിലുള്ള ഫ്ലവർ പിടിക്കുന്ന ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 25 രൂപയാണ്. വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ. അടുത്ത ഈ ഒരു ചെടിയാണ്. റേറ്റ് 5 രൂപയാണ്. കട്ടിങ്സ് ആണ് കേട്ടോ. അടുത്തതും കട്ടിങ്സാണ്. റേറ്റ് 5 രൂപയാണ്. ഈ ഒരു കളറിലെ ഒരു ഇലച്ചെടി. അടുത്തത് ഈ ഒരു ചെടിയാണ്. ബിഗോണിയ വിഭാഗത്തിലുള്ള ചെടിയാണ്. ഹാങ്ങിങ് ബിഗോണിയാണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. കട്ടിങ്സ് റൂട്ടോടുള്ളതാണ് കേട്ടോ. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് 25 രൂപയാണ്. വലിപ്പമുള്ള ചെടിയാണ്, അതുകൊണ്ടാണ് 25 രൂപ. അടുത്തത് ഈ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് 20 രൂപയാണ്. അടുത്തത് ഈ പൈനാപ്പിളിൻ്റെ ചെടിയാണ്. അപ്പം ഇതിൻ്റെ വലിയ തൈയാണ് കേട്ടോ. റേറ്റ് 50 രൂപയാണ്.
നല്ല ഭംഗിയാണിത് ഇങ്ങനെ പൈനാപ്പിൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ. അപ്പം ഇതിന് മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു ചെടിയാണ്, വെരിഗേറ്റഡ് ലീഫോട് കൂടിയ ചെടി. ഇതിൻ്റെ റേറ്റ് 25 രൂപയാണ്. അടുത്തത് ഈ ഒരു ചെടിയാണ്, ഈ ഫ്ലവറിങ് ചെടി. നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിലുണ്ടാകുന്നത്, നിറച്ച് പൂക്കൾ പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് 10 രൂപയാണ്. കണ്ടല്ലോ. അപ്പം അതിൻ്റെ കട്ടിങ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോഴതിൽ വേര് ഉണ്ടായി വരുന്ന രീതിയിലുള്ള ചെടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ കട്ടിങ്സായിട്ട് ഇട്ടിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ചെടിയിൽ തന്നെ ഇങ്ങനെ വേര് ഉണ്ടായി വരുന്ന ഒരു ചെടിയാണ്. അപ്പോഴും നമ്മൾ കട്ടിങ്സ് എടുത്താൽ പെട്ടെന്ന് റൂട്ട് പിടിച്ച് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കട്ടിങ്സ് തരുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള 2 സൈസിൽ ചെടിയുണ്ട്, രണ്ടിലും ഇങ്ങനെ റൂട്ട് വന്നുകൊണ്ടേ ഇരിക്കും. നമ്മൾ ചെടി നട്ട് വെച്ചാൽ പെട്ടെന്ന് അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. കണ്ടല്ലോ. ഇതും അങ്ങനെയാണ്, അത് ഇങ്ങനെ നിൽക്കുന്നിടത്തു നിന്ന് തന്നെ റൂട്ട് ഉണ്ടായി വരുന്ന തരത്തിലുള്ള ചെടിയാണ് നമ്മുടെ ഈ ഒരു ചെടി. അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറുണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ റേറ്റ് 10 രൂപയാണ്. ആ ഒരു ഫ്ലവറാണിത് കേട്ടോ. അപ്പം ഇതിൻ്റെ കട്ടിങ്സിനും 10 രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. അടുത്തത് ഈ ഒരു ഫേണാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 45 രൂപയാണ് കേട്ടോ. അടുത്തത് എപ്പീഷ്യ പ്ലാന്റ്, പിങ്ക് ഫ്ലവറാണ് ഇതിൽ പിടിക്കുന്നത്. അപ്പോൾ ഇല പച്ച കളറാണെങ്കിലും പിങ്ക് ഫ്ലവർ, ഇതാണ് ഫ്ലവർ. അടുത്തത് ചുവന്ന കളറിലുള്ള ഫ്ലവർ പിടിക്കുന്ന എപ്പീഷ്യ, റേറ്റ് 25 രൂപയാണ്. അടുത്തത് ഈ ഒരു ചെടിയാണ്, ഇതിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് 15 രൂപയാണ്. അടുത്ത അഡീനിയം പ്ലാന്റ്സ് ആണ്. അപ്പം ഇതാണ് പ്ലാന്റ് സൈസ്. അപ്പം നമ്മൾ അഡീനിയത്തിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 150 രൂപയാണ്. 5 കൂടുതൽ ചെടികൾ എടുക്കുമ്പോൾ CC ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ വീഡിയോയിലുണ്ട്, നോക്കിയിട്ട് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് എല്ലാത്തിലും ഉണ്ടാകുന്നത്, അതായത് മൾട്ടി പെറ്റലും അതുപോലെ ഡബിൾ പെറ്റൽസിൻ്റെയും ഫ്ലവറുകളാണ്. അപ്പം എല്ലാ ചെടികളിലും ലീഫൊന്നുമില്ല കേട്ടോ, ചിലതിലൊക്കെ ലീഫും ഉണ്ട്. പക്ഷേ എങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ്സാണ്. കോഡക്സിനും കുഴപ്പമില്ല, അതുപോലെ തന്നെ ബഡ് ചെയ്ത ഭാഗത്ത് കുഴപ്പങ്ങളില്ല. അത് കഴിഞ്ഞിട്ട് കുറേ അധികം വളർന്ന ചെടിയും കൂടാണ്, നല്ല വലിപ്പമുള്ള ചെടിയുമാണ്. ഫ്ലവറിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല, 2 ഫ്ലവറിൻ്റെ ഫോട്ടോസ് മാത്രം ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. കണ്ടല്ലോ, ഇതൊക്കെയാണ് ഫ്ലവറിൻ്റെ ഫോട്ടോസുകൾ. വലിയ ചെടികളും ഉണ്ട് കേട്ടോ. 250 രൂപയാണ് ഈ ഒരു ചെടിയുടെ റേറ്റ്. അല്പം വലുതായ ചെടികളാണ്. ചിലതിലൊക്കെ മുട്ടുകളൊക്കെ വന്ന, ഇതെല്ലാം മൾട്ടിപ്പെറ്റലാണ് കേട്ടോ. മുട്ടുകളൊക്കെ വന്ന ചെടികളും സെയിലിനായിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 250 രൂപയാണ് ഒരു ചെടിയുടെ റേറ്റ്. അപ്പം മുട്ടുകളായിട്ടുള്ള വേറെയും ചെടികളുണ്ട് കേട്ടോ. ഇതെല്ലാം മൾട്ടിപ്പെറ്റലിൻ്റെയാണ്. പ്ലാന്റ്സ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മാത്രമാണ്. DTDC വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. പിന്നെ നിങ്ങൾ അൺബോക്സിങ് വീഡിയോ നിർബന്ധമായിട്ടും എടുത്ത് വെക്കണമെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതറിയാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മിന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.